അച്ഛൻ ഇതൊക്കെ പഠിപ്പിച്ചിരുമ്പോഴേ മടി കാണിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? മടിയൊന്നുമില്ല. ഭയങ്കര ഉത്സാഹമാണോ പഠിക്കാൻ? ഭയങ്കര ഹാപ്പി ആണല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്താടാ പറയണേ? ഫ്രണ്ടൊക്കെ സൂപ്പറാന്ന് പറയും. അവരൊക്കെ എല്ലാ എപ്പിസോഡൊക്കെ കാണാറുണ്ടോ? പറയാനൊന്നും ഇങ്ങോട്ട് പറ. എന്താ ചെല്ലാനൊന്നും പറയത്തില്ല അവരൊന്നും. ഒന്നും പറയില്ലേ? കാര്യം പറയത്തില്ല. പക്ഷെ എന്നോട് ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ആർക്കറിയാ എങ്ങനെയൊക്കെയാ പറയുന്നുണ്ട്. സ്റ്റാറാണ് അവിടെ എന്നാ കേക്കണേ. ആശാട്ടിയമ്മ അടുത്തല്ലേ പഠിക്കണേ? ഞങ്ങൾ അവിടെ പോയിട്ടാ വന്നത്. ശരിക്കും ശരിക്കും അമ്മ ഞങ്ങൾക്ക് സ്ഥലമൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ അവിടെ പോയപ്പോ പറഞ്ഞു ഇവിടെ മിടിക്കാണ്. അല്ല, എനിക്കറിയാം, അമ്മയാ പറഞ്ഞു തന്നെ. ശീമാട്ടിയമ്മ എല്ലാം പറഞ്ഞു തന്നെ. ശീമാട്ടിയമ്മയാണല്ലേ? ആശാട്ടിയമ്മയല്ല? അല്ല, ചീറ്റിപ്പോയി. അപ്പൊ ശീമാട്ടിയമ്മ. ഞാൻ മറന്നുപോയി പേര് മറന്നുപോയതാ. കൊഴപ്പില്ലല്ലോ? കുഴപ്പമില്ല. ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഷൂട്ടിനൊക്കെ പോകുമ്പോഴേക്കും ഉറക്കമൊക്കെ എങ്ങനെയാ? ബുദ്ധിമുട്ടാവാറുണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെയാ അതൊക്കെ ശരിയാക്കുന്നേ? ഉറക്കമൊക്കെ ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എന്റെ പപ്പയും മമ്മിയും വിളിക്കുമ്പോ ഞാൻ എഴുന്നേക്കും. എന്നുവെച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് റെഡിയായി മുഖം കഴുകിയിട്ട് പോകും. ഓർമ്മ നിക്കോ അവിടെ? എല്ലാരും കാണുമ്പോഴേക്ക് ഇനി മറന്നൊക്കെ പോവാറുണ്ടോ? ഇല്ല, ആരും മറന്നിട്ടില്ല എന്നെ. മോനെ മറക്കില്ല എന്നല്ലടാ, അവിടെ ചെല്ലുമ്പോ സ്റ്റാൻഡപ്പ് കോമഡി മറന്നു പോവാറുണ്ടോ? ഇല്ല. ഓർമ്മ ഉണ്ടാവുമല്ലോ അവിടെ ചെന്നാലും. എങ്ങാനും മറന്നുപോയാലോ? ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഓർമ്മയൊന്നുമില്ല. എത്ര പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പഠിക്കും? ചിലപ്പോഴൊക്കെ. ആരെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാ പറഞ്ഞു കേൾപ്പിക്ക? പപ്പേനെയാണോ കേൾപ്പിക്ക? കൊറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ. സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മഴവിൽമാരായ്മ പോയോണ്ടല്ലാരും എന്നെ അഭിനയിക്കുന്നത്. ആണല്ലേ? മഴവിൽ മനോരമയില ഞങ്ങളും കണ്ടത്. എന്തോരം ആൾക്കാരെ കണ്ടിട്ട് കമന്റ് ഒക്കെ ഇട്ടേക്കണേന്നറിയോ യൂട്യൂബിലൊക്കെ? മോളെ കാണണോന്നൊക്കെ പറയുന്നുണ്ട്. ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ കണ്ട ആൾക്കാർക്ക് ഒരു ചക്കര ഉമ്മ കൊടുക്കോ? തിരിച്ച് ക്യാമറ നോക്കി പറഞ്ഞേ. ആർക്കാന്നും കൂടെ പറ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചക്കര ഉമ്മ എന്ന് പറ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചക്കര ഉമ്മ. ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. സന്തോഷായിട്ടുണ്ടാവും എല്ലാവർക്കും. ശരിയാ. സന്തോഷം ഉണ്ടാക്കി കാണും. ഇപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണേ? ചിക്കൻ വറുക്കണില്ലേ? ഇതൊക്കെ അരിയണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മേനെ വിളിച്ചിട്ടേ ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എന്ത് പറയണ്? അച്ഛൻ എവിടെ പോയി? പപ്പ ജോലിക്ക് പോയി. പപ്പ ഇവിടെ നിക്കാൻ പറഞ്ഞില്ല? പപ്പേനോട് ജോലിയുണ്ട്. എനിക്ക് ബമ്പർ അടിച്ചപ്പോ പപ്പയ്ക്ക് പ്രമോഷൻ ആയത്. ബമ്പർ അടിച്ചപ്പോഴാണോ പ്രമോഷൻ ആയത്? പപ്പ പറഞ്ഞായിരുന്നു. ഈ ബമ്പർ അടിച്ചപ്പോ എന്തായിരുന്നു? സന്തോഷായോ കുട്ടിക്ക്? എനിക്ക് സന്തോഷമായി. എന്താ പറയണ എല്ലാരും? സൂപ്പറാണെന്ന് പറയും. ഇവിടെയുള്ള അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞത്? അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ? അയ്യോ, അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ എന്നോട് പറയുന്നുണ്ട്. എന്ത്? അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ എന്തിയേ? അപ്പൂമ്മയുടെ അപ്പൂപ്പനെ എല്ലാം പറയുവാണല്ലോ എന്ന് പറയും. അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ എന്തിയാ? അവരുടെയൊക്കെ കഥയൊക്കെ പറയണ ശരി തന്നെയാണോ? ഈ പഴം കടിച്ചപ്പോഴേക്കും ശരിയല്ല, കോമഡി പറഞ്ഞത് അമ്മയൊക്കെ. കോമഡി പറഞ്ഞാണോ? അപ്പൊ അമ്മൂമ്മ അപ്പൂപ്പനൊന്നും പറഞ്ഞില്ലേ ഞങ്ങളിങ്ങനെ പറയല്ലേ തമ്പാട്ടിന്നൊന്നും? പറയല്ലേ തമ്പാട്ടിന്നൊന്നും നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ എടുത്തു തരാം. അത് ചിക്കനോ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ചിക്കൻ ബിരിയാണി? ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ചിക്കൻ ബിരിയാണി? ആർക്കെങ്കിലും വെച്ചു കൊടുത്തിട്ടുണ്ടോ? ആർക്കാ വെച്ചു കൊടുത്തേക്കുന്നേ? എല്ലാവർക്കും വെച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ വിചാരിച്ച എനിക്ക് സ്പെഷ്യൽ ആയിട്ട് വെച്ചു തന്നാന്ന്.
തരും. ഉം. എന്ത് ഉണ്ടാക്കാനാ ഇഷ്ടം? എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ എനിക്കിഷ്ടം. ഇഷ്ടം. ഇനി എനിക്കൊരു പാട്ട് പാടിത്തരുവോ? ആ ഏത് പാട്ടാ അറിയുന്നേ? ചക്കര പുണ്ണാണ്. അത് പാടി നമ്മള്. ഇനി എനിക്കൊരു കോമഡി പറഞ്ഞു കേൾപ്പിച്ചു തരുമോ? മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയിലെ ചെറിയൊരു. മറന്നു. ഞാൻ വിഷമായി. ഞാൻ എവിടെ നിന്ന് വന്നാന്നറിയോ ഇത് കേക്കാൻ വേണ്ടി? അറിയത്തില്ല. ഒന്ന് ഓർക്കടാ. വീടോടാ? ദൂരെയാ. ഒരെണ്ണം ആലോചിക്കോ? അപ്പൂപ്പന്റെ അമ്മയുടെ അമ്മമ്മയുടെ ഓർമ്മയില്ലേ? ഒന്നും ഓർമ്മയില്ല? ഇല്ല. മറ്റേ എന്തെന്നാ അമ്മ അമ്മ ബ്യൂട്ടീഷ്യൻ പഠിപ്പിച്ച അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞതാ. ഉണ്ട്. ആ അതൊന്ന് പറയോ? ആ അതൊന്ന് പറയോ? എന്റെ പേര് സരസ്ത ഷിജു എന്നൊക്കെ പറഞ്ഞിട്ട് വേണേ പറയാൻ. നല്ല രസം അത് കേക്കാൻ. ഞാൻ മറന്നുപോയി. എടാ പറയടാ കണ്ണാ, പ്ലീസ് പ്ലീസ്. ഞാൻ കേപ്പിച്ചെന്നാ ഓർക്കോ? ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചെന്നാ. ഈ ഇടയ്ക്ക് ബമ്പർ ചിരിയില് ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നില്ലേ? അമ്മയുടെ ഒരു ബ്യൂട്ടീഷ്യൻ എപ്പിസോഡ്, ഒരു സ്റ്റാൻഡപ്പ് കോമഡി. അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരോ? ചേച്ചിപ്പണ് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നല്ലോ. സുന്ദരിയായിട്ട് ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോലെ ഞാനൊരു കായ് ഓർത്തത് മഞ്ജു ചേച്ചി. എന്താ പറയാ അമ്മയുടെ സൗന്ദര്യം. എൻ്റെ അമ്മയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ. സൗന്ദര്യം വന്നോ എന്ന് ചോദിച്ചാൽ വന്നു. എൻ്റെ അമ്മ സൗന്ദര്യം വരുത്താനുള്ള ശ്രമത്തിലാണ്. എൻ്റെ അമ്മ വീട്ടിലൊരു സാധനം മേടിച്ചോണ്ട് വരാൻ എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല. സാമ്പാർ വെക്കാനാണ് പച്ചക്കറി മേടിച്ചോണ്ട് വന്നാൽ തക്കാളി ഓക്കെ സാമ്പാർ വെക്കാനുള്ള പച്ചക്കറി മേടിച്ചോണ്ട് വന്നാൽ തക്കാളി എടുത്ത് കണ്ണീർ വെക്കും, മുരിങ്ങയ്ക്ക എടുത്ത് മോന്തയ്ക്കരിക്കും, ബീറ്റ്റൂട്ട് ചുണ്ടിത്തേക്കും, കിഴങ്ങെടുത്ത് കണ്ണീർ വെക്കും. എന്തിനു പറയുന്നു മത്തങ്ങെടുത്ത് മണ്ടേ വരുതേക്കും എൻ്റെ അമ്മ. എൻ്റെ പിഷുങ്കളെ ചേച്ചി, എൻ്റെ അമ്മ വന്ന് കരിക്ക് വെള്ളത്തിലാണ് എൻ്റെ അമ്മയുടെ കുളി. പപ്പ മേടിച്ച് ചിക്കനും ബീഫും ഒന്നും വൈകത്തില്ല. അങ്ങനെ അരച്ച് മുഖത്തിട്ടാലോ. ഇടയ്ക്ക് പപ്പ 5 കരിമീൻ മേടിച്ചോണ്ട് വന്ന് ഞങ്ങൾക്ക് ഒരെണ്ണേ വറുത്തുള്ളൂ. ബാക്കി 4 ഞാൻ നോക്കിയപ്പോ 4 നമുക്ക് കാതിലിട്ടാണ് നടക്കണം. എന്തെല്ലാം കാണണം എൻ്റെ ദീപങ്ങളെ. യൂട്യൂബിൽ ആരോ പറഞ്ഞ് രാത്രി ചോര അരച്ചിട്ട് മുഖത്ത് തേച്ചാൽ മതി ചുമന്ന് തുടക്കുമെന്ന്. തുടക്കും നേരം വിളക്കും. ആ വേട്ടാളിയും വെളുക്കും നേരം വെളുക്കും അതല്ലേ? വെളുക്കും നേരം വെളുക്കും. ആ വേട്ടാളിയും പറയാം നേരം വെളുക്കും. ചേച്ചി അമ്മ ഒരു ദിവസം ചൊറിയൻ ചേമ്പ മരിച്ചു മൂത്ത് വെച്ച് അമ്മ രാവിലെ കണ്ണാടി കൂടെ നോക്കിയപ്പോരെ അമ്മയെന്ന് അന്തിച്ചു പോയി. അമ്മയുടെ മുഖം ചൊറിഞ്ഞ് തിണത്ത് ഇപ്പൊ പൊട്ടാബസിന്റെ പോലെ മുഖം ഇങ്ങനെ ഇരിക്കണം. എന്തെല്ലാം കാണണം എന്റെ ദൈവങ്ങളെ. അടിപൊളി. ഇതൊക്കെ ഓർമ്മ നിക്കുന്നുണ്ടല്ലോ അല്ലേ?